ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നോട്ട് ജെയ്സിന്റെ പാക്കേജ് മാനേജർ NPM എന്താണെന്നാണ്. വാട്ട് ഈസ് NPM? NPM എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇതൊരു സോഫ്റ്റ്വെയർ ലൈബ്രറി ആണ്. അത് ഇൻഫാക്ട് വേർഡ്സ് ലാർജസ്റ്റ് സോഫ്റ്റ്വെയർ ലൈബ്രറി ആണെന്ന് പറയാം. രണ്ടാമത്തെ കാര്യം, ഇതൊരു സോഫ്റ്റ്വെയർ പാക്കേജ് മാനേജർ ആണ്. അപ്പൊ രണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പൊ ആദ്യം എന്താണ് ഈ സോഫ്റ്റ്വെയർ ലൈബ്രറി നോക്കാം. ഇതാണ് NPMന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് npmjs.com. ഇവിടെ വന്നിട്ട് നമ്മൾ പാക്കേജസ് കൊടുത്ത് സെർച്ച് ചെയ്യുവാണെങ്കിൽ ഒരുപാട് പാക്കേജസ് നമുക്ക് ഈ സൈറ്റിൽ കാണാൻ പറ്റും. ഒരുപാട് ഡെവലപ്പേഴ്സ് അവർ കോഡ് പാക്കേജ് ഡെവലപ്പ് ചെയ്ത് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ പാക്കേജ് ബോറോ ചെയ്യാം, അതായത് കൺസ്യൂം ചെയ്ത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു കോഡ് പാക്കേജ് ഡെവലപ്പ് ചെയ്ത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യാം. ഈ റീസൺ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സോഫ്റ്റ്വെയർ ലൈബ്രറി ആണ്. ഒരുപാട് പാക്കേജസ് നമുക്ക് ഇതിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം കേട്ടോ. അതിന്റെ പബ്ലിഷിംഗ് ഡേറ്റ് തൊട്ട് ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസും അതിന്റെ റിക്വയർമെന്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കൂ കേട്ടോ. അതേപോലെ കോഡ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യാം. ഇനി രണ്ടാമത്തെ കേസ്, NPM ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് മാനേജർ ആണ്. നോട്ട് ജെയ്സിന്റെ ഡീഫാൾട്ട് പാക്കേജ് മാനേജർ ആണ് NPM എന്ന് പറയുന്നത്. ആദ്യം ഇത് നോട്ട് ജെയ്സിന് മാത്രമായിരുന്നു കേട്ടോ. ഇപ്പൊ അങ്ങനെയല്ല, ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഈ നോട്ട് ജെയ്സിന് എന്നല്ല, ഏതിലും നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് ജെയ്സിനെ പാക്കേജ് മാനേജർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ എന്താണ് പാക്കേജ് മാനേജർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഡെവലപ്പേഴ്സിന് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കോഡ് പാക്കേജസ് പബ്ലിഷ് ചെയ്യാം, അതുപോലെ കൺസ്യൂം ചെയ്ത് യൂസ് ചെയ്യാന്നല്ലേ. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും ഇവിടെ ഒരു മാനേജ്മെന്റ് ഉണ്ടാവണം. എങ്ങനെയാണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്, അതേപോലെ എങ്ങനെയാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. ഇനിയിപ്പോ ഓൾറെഡി ഏതെങ്കിലും ഒരു ഡെവലപ്പർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന പാക്കേജ് നമ്മൾ യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ആ ഡെവലപ്പർ അവരുടെ പാക്കേജിൽ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷനെ നെയിം ചേഞ്ച് ചെയ്തു. ആ സമയത്ത് നമ്മുടെ കയ്യിലുള്ള വേർഷനിലും ഈ അപ്ഡേഷൻ നടക്കണം അല്ലെ. അപ്പൊ ഈ വേർഷൻ അപ്ഡേഷൻ ഇതെല്ലാം ഡിപെൻഡൻസി ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് ഈ ഒരു NPM യൂസ് ചെയ്തിട്ടാണ്. അതാണ് NPMന്റെ ഇമ്പോർട്ടൻസ്. ഇനി NPM അല്ലാതെ വേറെയും പാക്കേജ് മാനേജർ ഉണ്ട് കേട്ടോ. PNPM, YARN, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് NPM ആണ്. ഇതാണ് NPMന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് NPMലെ ഓരോ കോൺസെപ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ package.json എന്ന് പറഞ്ഞ ഫയലാണ് കേട്ടോ. ഈ package.json എന്ന് പറയുന്നത് NPMന്റെ കോൺഫിഗറേഷൻ ഫയലാണ്. ഇതിന്റെ എക്സ്റ്റൻഷൻ പറയുന്ന പോലെ ഇതൊരു JSON ഫയലാണ്. നമ്മുടെ പ്രൊജക്ടിന്റെ റൂട്ട് ഡയറക്ടറിയിലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന Node.js പ്രൊജക്ടിന്റെ റൂട്ട് ഡയറക്ടറിയിലായിരിക്കും ഉണ്ടാവുക. ഇനി ഈ JSON ഫയലിന്റെ അകത്ത് കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് പാക്കേജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മെറ്റാഡാറ്റാസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിപെൻഡൻസീസ്, സ്ക്രിപ്റ്റ്, ഓതർ, നെയിം, വേർഷൻ, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഏറ്റവും മെയിൻ ആയിട്ട് ഡിപെൻഡൻസി മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ package.json ഫയൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് വിധത്തിൽ package.json ഫയൽ നമ്മുടെ പ്രൊജക്റ്റിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് മാനുവൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ടെർമിനൽ ത്രൂ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ടെർമിനൽ ത്രൂ ക്രിയേറ്റ് ചെയ്യുന്ന കാണിക്കുന്നത്. Node.js എന്ന് പറഞ്ഞ ഈ ഒരു ഫോൾഡർ ആണല്ലോ നമ്മുടെ റൂട്ട് ഫോൾഡർ. ഇതിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് NPM ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിന്റെ കമാൻഡ് npm-v ആണ്. എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ NPMന്റെ വേർഷൻ കാണാം കേട്ടോ. Node.jsന്റെ ഇൻസ്റ്റാളേഷന്റെ കൂടെ തന്നെ NPM ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമുക്ക് package.json ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അതിന്റെ കമാൻഡ് npm സ്പേസ് init ആണ്. init കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. ഇനി ഈ package.json ഫയലിലെ ഓരോ കീ വാല്യൂ പ്രോപ്പർട്ടി, ഈ JSONലെ ഓരോ പ്രോപ്പർട്ടീസും ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പാക്കേജിന്റെ നെയിം ആണ് കൊടുക്കേണ്ടത്. ഡീഫാൾട്ട് ആയിട്ട് നമ്മുടെ പ്രൊജക്ടിന്റെ നെയിം തന്നെ കാണിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് അത് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു പാക്കേജ് നെയിം കൊടുക്കാം. ഞാൻ അത് തന്നെയാണ് കൊടുക്കുന്നത്. സോ എൻ്റർ അടിക്കുന്നു. ഇനി രണ്ടാമത്തത് നമ്മുടെ പാക്കേജിന്റെ വേർഷൻ ആണ്. ഡീഫാൾട്ട് ആയിട്ട് 1.0.0 ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യാം കേട്ടോ. എൻ്റർ അടിക്കുവാണെങ്കിൽ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. നെക്സ്റ്റ് ഡിസ്ക്രിപ്ഷൻ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ഒന്നും കൊടുക്കുന്നില്ല. സോ എൻ്റർ അടിക്കുന്നു. പിന്നെ എൻട്രി പോയിന്റ്, നമ്മുടെ പ്രൊജക്ടിന്റെ എൻട്രി പോയിന്റ്, ഏത് ഫയലാണോ എൻട്രി പോയിന്റ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത് അത് കൊടുക്കുക. ഡീഫാൾട്ട് ആയിട്ട് എന്റെ index.js ഫയൽ കാണിക്കുന്നുണ്ട്. ഞാൻ അത് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. സോ എൻ്റർ അടിക്കുന്നു. ടെക്സ്റ്റ് കമാൻഡ് ഞാനൊന്നും കൊടുക്കുന്നില്ല, ഗിറ്റ് റിപ്പോസിറ്ററിയും കൊടുക്കുന്നില്ല, കീവേഡ്സും കൊടുക്കുന്നില്ല. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റർ അടിച്ച് പോയാൽ മതി കേട്ടോ. ഓതറിന് ഞാൻ അനു എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുവാണ്. ലൈസൻസ് ISC ലൈസൻസ് കാണിക്കുന്നുണ്ട്. എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഡെമോ കിട്ടും. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റർ അടിച്ചാൽ മതി.
സോ നമുക്കിവിടെ package.json ഫയൽ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കൊടുത്ത പ്രോപ്പർട്ടീസ് ഒക്കെ ഇല്ലേ, അതെല്ലാം ഇതിൽ കാണാം. നെയിം, വേർഷൻ, ഡിസ്ക്രിപ്ഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മെയിൻ അതായത് നമ്മുടെ എൻട്രി പോയിന്റ് index.js ഫയലാണ്, സ്ക്രിപ്റ്റ്, അതേപോലെ ഓതർ, ലൈസൻസ്, ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മാനുവൽ ആയിട്ട് ഇവിടെ നിന്നിട്ടും ഇതിന് എഡിറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഓരോ പാക്കേജസ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിപ്പെൻഡൻസിന്റെ അണ്ടറിൽ ആ പാക്കേജും അതിന്റെ വേർഷനും വരും. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ഇതാണ് ബേസിക്കലി package.json ഫയല്. ഇതിന്റെ മെയിൻ യൂസ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻഡൻസി മാനേജ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഈ package.json ഫയലിലെ എല്ലാ പ്രോപ്പർട്ടീസും ഡീഫാൾട്ട് ആയിട്ട് മതി, മാനുവൽ ആയിട്ടൊന്നും കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തില്ലേ, ആ ഇൻസ്റ്റാൾ ചെയ്തപ്പം npm init കഴിഞ്ഞിട്ട് -s എന്ന് കൊടുക്കുക. അപ്പോൾ ഈ നേരത്തെ നമ്മളോട് ചോദിച്ച പോലെ ആ പ്രോംപ്റ്റ് ഒന്നും വരില്ല. ഡയറക്റ്റ് ആയിട്ട് ഈ package.json ഫയൽ ഡീഫാൾട്ട് വെച്ചിട്ട് ഇൻസ്റ്റാൾ ആയിക്കോളൂ കേട്ടോ. ഇനി നമുക്കൊരു പാക്കേജ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതർ ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പാക്കേജസ് ഈ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും npmല്. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാം അല്ലേ. ഞാൻ നേരത്തെ എടുത്ത അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോവാണ്, npmjs.com. ഇവിടെ നമുക്ക് പാക്കേജസ് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് പാക്കേജ് കണ്ടില്ലേ. ഞാനിപ്പോ ഒരു സ്ട്രിങ്ങിനെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പാക്കേജ് ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡെമോയ്ക്ക് വേണ്ടിയിട്ടാട്ടോ. നമുക്കറിയാലോ ജാവാസ്ക്രിപ്റ്റിൽ ബിൽറ്റിൻ ആയിട്ട് ടു അപ്പർ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ലോവറിലോ അപ്പറിലോ ഒക്കെ കൺവേർട്ട് ചെയ്യാന്ന്. ഇത് ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഇതൊരു സിമ്പിൾ പാക്കേജ് ആണ്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെർച്ചിൽ വന്നിട്ട് അപ്പർന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം അപ്പർ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജ്. അവിടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ട്രാൻസ്ഫോം ദി സ്ട്രിംഗ് ടു അപ്പർ കേസ് എന്ന് പറഞ്ഞിട്ട്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആയിട്ട് വരും. ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഡെപ്രിക്കേറ്റഡ് പാക്കേജ് ആണ്. നിങ്ങൾ പാക്കേജിന്റെ ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്തു, പക്ഷെ ഈ പാക്കേജ് നിങ്ങളുടെ റിയൽ പ്രൊജക്റ്റിലൊന്നും യൂസ് ചെയ്യണ്ട കേട്ടോ. കാരണം ഇവര് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഡെപ്രിക്കേറ്റഡ് ആയി, ഈ പാക്കേജ് ടു അപ്പർ കേസ് ഒക്കെ ഇപ്പൊ ജാവാസ്ക്രിപ്റ്റിൽ ബിൽറ്റിൻ ആയിട്ട് നോഡ്.js അവൈലബിൾ ആണെന്ന്. ഇനി നിങ്ങളൊരു പാക്കേജ് ചൂസ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാക്കേജസ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇവിടെ പബ്ലിഷ്ഡ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 9 months ago എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഇവിടെ വീക്ക്ലി ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു മെട്രിക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 1 million 2 million ഒക്കെ ഡൗൺലോഡ്സ് ഉള്ള പാക്കേജസ് ആണെങ്കിൽ നമുക്ക് ഒന്നും നോക്കണ്ട, അത് ഡൗൺലോഡ് ചെയ്യാം. അത് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ ഇപ്പൊ ബിലോ 1000 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള വേറെ പാക്കേജസ് സെർച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. ഇനി മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പാക്കേജിന്റെ സൈസ് ആണ്. കാരണം നമ്മൾ ഓരോ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നതനുസരിച്ച് പ്രൊജക്ടിന്റെ സൈസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഏറ്റവും മിനിമം സൈസ് ഉള്ള പാക്കേജ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇതേ ചൂസ് ചെയ്യാനുള്ള ബിൽറ്റൻ ആയിട്ടുള്ള റൂൾ ഒന്നുമില്ല, പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതിന്റെ പബ്ലിഷ്ഡ് ഡേറ്റ്, അതുപോലെ വീക്ക്ലി ഡൗൺലോഡ്സിന്റെ കൗണ്ട്, അതേപോലെ പാക്കേജ് സൈസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കൊരു പാക്കേജ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ഇൻസ്റ്റാളേഷന്റെ കമാൻഡ് ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. npm install അപ്പർ കേസ് സ്പേസ് -save. ഈ -save ഇപ്പൊ നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് അപ്പർ കേസ് വരെ മതി. ഇതും ഞാൻ പറഞ്ഞ പോലെ ഡെപ്രിക്കേറ്റഡ് ആയതാണ് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ VS കോഡിന്റെ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട് ഈ പാക്കേജ് കൊടുക്കുക, എൻ്റർ അടിക്കുക. ഇവിടെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. നമ്മൾ ഈ ചൂസ് ചെയ്ത പാക്കേജിന്റെ സൈസ് KB ഉള്ളൂ, 7.1x16 അല്ലേ ഉള്ളൂ. പെട്ടെന്ന് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ക്ലോസ് ചെയ്യുവാണ്. ഇനി നമ്മുടെ package.json ഫയൽ വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊരു ഡിപ്പെൻഡൻസി മാനേജ്മെന്റ് ആണ് ഇതിന്റെ മെയിൻ പർപ്പസ്. ഇവിടെ ഒരു ഡിപ്പെൻഡൻസി പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ ആയിട്ട് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പാക്കേജിന്റെ നെയിമും അതിന്റെ വേർഷനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഓരോ പുതിയ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഈ ഡിപ്പെൻഡൻസി അറേയിൽ വന്ന് ആഡ് ആവും. അതിന്റെ കൂടെ തന്നെ ഒരു പാക്കേജ് log.js എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മുടെ പ്രൊജക്റ്റിൽ ഫസ്റ്റ് ടൈം ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഫയൽ ക്രിയേറ്റ് ആവും. പിന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽസ്, പിന്നെ നമ്മൾ പുതിയ പാക്കേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ പാക്കേജ് ഇതിൽ ആഡ് ചെയ്ത് വരും. ഇതൊരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് പാക്കേജസ് വേറെ ആരെങ്കിലും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊജക്റ്റിൽ ഒരു കോൺഫ്ലിക്റ്റ് വരാൻ പാടില്ലല്ലോ. ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ടാണ് ഈ ഫയൽ. ഇതും ഡീഫാൾട്ട് ആയിട്ട് ജനറേറ്റ് ചെയ്ത് വരുന്ന ഫയലാണ് കേട്ടോ.
നിങ്ങൾക്ക് ഒരു പാക്കേജ് അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ npm uninstall സ്പേസ് പാക്കേജ് നെയിം കൊടുത്താൽ മതി. ഇപ്പൊ ഇവിടെയാണെങ്കിൽ npm സ്പേസ് uninstall സ്പേസ് അപ്പർ കേസ്, അതല്ലേ നമ്മുടെ പാക്കേജ് നെയിം. അത് ഞാനിവിടെ ചെയ്യുന്നില്ല, കാരണം നമുക്ക് ഈ പാക്കേജ് യൂസ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഈ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അപ്പർ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ അപ്പർ കേസ് പാക്കേജ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഓരോ പാക്കേജും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് Node.js ഓരോ മൊഡ്യൂൾ ആയിട്ടാണ് കേട്ടോ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ബിൽറ്റ് ഇൻ മോഡ്യൂൾസ് കണ്ടില്ലേ, അതുപോലെ ഇത് ഓരോ കസ്റ്റം മോഡ്യൂൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബിൽറ്റ് ഇൻ മോഡ്യൂൾ ചെയ്യുന്ന സമയത്ത് പാക്കേജ് ഡോട്ട് ജെഎസിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ട് നമ്മൾ .mjs എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടായിരുന്നില്ലേ പാക്കേജ് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിന്റെ എക്സ്റ്റൻഷൻ നമുക്ക് mjs വേണമായിരുന്നു. പക്ഷെ ഇവിടെ ഇനി നമുക്ക് പാക്കേജ് ഡോട്ട് ജെഎസ് ഫയൽ നമ്മൾ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. സോ നമുക്ക് JS ഫയൽ എക്സ്റ്റൻഷൻ തന്നെ യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ പാക്കേജ് ഡോട്ട് JS ഫയലിൽ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പ്രീഡിഫൈൻഡ് പ്രോപ്പർട്ടി ഉണ്ട്. അത് മോഡ്യൂൾ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് JS ഫയൽ എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മുടെ പ്രൊജക്ട് റൺ ചെയ്യാൻ പറ്റും. സോ ഇൻഡെക്സ് ഡോട്ട് JS ഫയലിൽ നമുക്ക് ഇമ്പോർട്ട് യൂസ് ചെയ്യാം, JS എക്സ്റ്റൻഷൻ ആണെങ്കിലും. ഓക്കെ, ഇപ്പൊ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ ബിൽറ്റ് ഇൻ മോഡ്യൂൾസ് ഒക്കെ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അപ്പർ കേസ് പാക്കേജ് എങ്ങനെയാ യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യാറ്, നമ്മുടെ ഫയലിൽ ഈ മോഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യൂലേ. ഇപ്പൊ ബിൽറ്റ് ഇൻ മോഡ്യൂൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു, HTTP FS OS മോഡ്യൂൾസ് ഒക്കെ. ഇപ്പൊ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നില്ലേ, അതേ ഫോർമാറ്റിൽ തന്നെ നമുക്ക് ഇവിടെയും ഇമ്പോർട്ട് ചെയ്യാം. ഈ പാക്കേജിന്റെ കൂടെ തന്നെ അതിന്റെ യൂസേജും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഇതിന്റെ സിന്റാക്സ് ഇമ്പോർട്ട് കീവേഡ്, പിന്നെ ഇത് രണ്ട് ഫംഗ്ഷൻസ് ആണ്. അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അപ്പർ കേസ് ഫംഗ്ഷനും പിന്നെ ലോക്കലെ അപ്പർ കേസും ഉണ്ട്. അപ്പർ കേസ് മാത്രം മതിയെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ഫ്രം നമ്മുടെ പാക്കേജിന്റെ നെയിമും കൊടുക്കുക. സോ നമുക്ക് ഇതൊന്ന് കോപ്പി ചെയ്യാം. തിരിച്ച് ഞാൻ എന്റെ ഇൻഡെക്സ് ഡോട്ട് JS ഫയൽ വരുന്നു. ഇതല്ലേ നമ്മുടെ എൻട്രി പോയിന്റ്. എന്നിട്ടൊരു ലോഗ് സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റീവ് ആണ്. എന്നിട്ട് ഈ അപ്പർ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. നമുക്കറിയാം ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യും, നമ്മൾ ഈ കൊടുക്കുന്ന ടെക്സ്റ്റിനെ ക്യാപിറ്റൽ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും. ഞാൻ ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് സെർവറിൽ ഒന്ന് റൺ ചെയ്ത് ടെസ്റ്റ് ചെയ്യും. നമ്മൾ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്കേജ് ആയിട്ടോ. നമ്മൾ ആ NPMന്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് പാക്കേജസ് കാണാം. ട്രസ്റ്റഡ് ആയിട്ടുള്ള പാക്കേജസ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് നമ്മുടെ റിക്വയർമെന്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അതിന്റെ ഡീറ്റെയിൽഡ് ഇംപ്ലിമെന്റേഷൻസ് ഒക്കെ ഈ പാക്കേജ് തന്നെ ഹാൻഡിൽ ചെയ്തോളും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്ലോബൽ പാക്കേജസ് ആണ്. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഈ പാക്കേജിലെ അപ്പർ കേസ് പാക്കേജ് ഇതൊരു ലോക്കൽ പാക്കേജ് ആണ്. അതായത് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തത് നമ്മുടെ ഈ Node.js എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ അണ്ടറിലാണ് അല്ലെ. സോ ഇതിന്റെ അകത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ പാക്കേജ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ചില പാക്കേജസ് ഉണ്ട് NPM രജിസ്ട്രിയിൽ, അത് നമുക്ക് ഗ്ലോബലി യൂസ് ചെയ്യാം. അതൊരു സ്റ്റാൻഡ് അലോൺ കമാൻഡ് ലൈൻ ആപ്ലിക്കേഷൻസ് ആയിരിക്കും. അതായത് ഈ പാക്കേജസ് നമ്മൾ കോഡിൽ യൂസ് ചെയ്യില്ല, പകരം കമാൻഡ് ലൈനിലായിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പാക്കേജ് ആണ് NodeMon എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജ്. ഈ പാക്കേജ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഓരോ ചേഞ്ചസ് നമ്മുടെ ഫയലിൽ ചെയ്യുമ്പോഴും എന്ത് ചെയ്യും, നമ്മുടെ ഈ സെർവർ റീസ്റ്റാർട്ട് ചെയ്യൂലേ, ആ ചേഞ്ച് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് പകരം NodeMon പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ഫയൽ ചേഞ്ചിലും ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്തോളും, ഈ സെർവറിനെ റീസ്റ്റാർട്ട് ചെയ്തോളും. നമ്മൾ മാനുവലി റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഗ്ലോബൽ പാക്കേജ് ആണ്. നിങ്ങൾക്ക് റിയാക്ട് അറിയാവുന്നവരാണെങ്കിൽ ക്രിയേറ്റ് റിയാക്ട് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് ഇല്ലേ, ആ കമാൻഡ് നമ്മൾ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രൊജക്ടിന്റെ ഉള്ളിൽ യൂസ് ചെയ്യില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇതും. നമുക്ക് ഈ Node.jsന്റെ സൈറ്റിൽ നിന്ന് ഈ ഗ്ലോബൽ പാക്കേജിനെ ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ സെർച്ച് ബാറിൽ വന്നിട്ട് NodeMon സെർച്ച് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, സിമ്പിൾ മോണിറ്റർ സ്ക്രിപ്റ്റ് ഫോർ യൂസിങ് ഡ്യൂറിങ് ദി ഡെവലപ്മെന്റ് ഓഫ് Node.js ആപ്ലിക്കേഷൻ. ഇപ്പൊ ഡെവലപ്മെന്റിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പാക്കേജ് ആണ്. ഞാനത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. NodeMon is a tool that helps develop a Node.js based application by automatically restarting the node applications when file changes in the directory are detected. അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഫയൽ ചേഞ്ചസ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ആപ്ലിക്കേഷനെ റീസ്റ്റാർട്ട് ചെയ്തോളും. നമ്മൾ മാനുവലി റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല.
സോ നമുക്ക് ഇതിനെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ ഇൻസ്റ്റാളേഷൻ കമാൻഡ് കൊടുത്തിട്ടുണ്ട് npm install -t node1. ഈ -t ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗ്ലോബൽ ഇൻസ്റ്റാളേഷൻ ആണ്, ഗ്ലോബൽ മോഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? നമുക്ക് ഇവിടെ വന്നിട്ട് ഇതൊന്ന് റൺ ചെയ്യാം. നോട്ട് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ സാധാരണ നമ്മൾ റൺ ചെയ്യുന്നത് നോട്ട് കമാൻഡ് യൂസ് ചെയ്തിട്ടല്ലേ, നോട്ട് സ്പേസ് ഫയൽ നെയിം കൊടുക്കൂലേ. അതിന് പകരം നോട്ട് സ്പേസ് ഫയൽ നെയിം കൊടുക്കുക, എൻ്റർ അടിക്കുക. ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ റണ്ണിങ് ആണ്. ഇനി ഞാൻ വന്നിട്ട് ഈ ഫയലിൽ ഒരു ചേഞ്ച് ചെയ്യുവാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ സ്പേസ് ഇട്ടിട്ട് അനു എന്നും കൂടെ കൊടുക്കുന്നു. ഫയൽ സേവ് ചെയ്യുമ്പോൾ ഇപ്പൊ കണ്ടില്ലേ, ഓട്ടോമാറ്റിക് ആയിട്ട് ആപ്ലിക്കേഷനെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ചേഞ്ച് റിഫ്ലക്ട് ചെയ്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഗ്ലോബൽ പാക്കേജ്. അതിലൊരു എക്സാമ്പിൾ ആണ് ഈ നോട്ട്1 എന്നുള്ളത്. ഡെവലപ്പേഴ്സിന് ഡെവലപ്പിംഗ് ടൈമിൽ ഹെൽപ്ഫുൾ ആവും കേട്ടോ. ഇനി അടുത്തത് Node.jsൽ എന്താണ് സ്ക്രിപ്റ്റ്സ് നോക്കാം. ഇത് നമ്മൾ package.json ഫയലിൽ പറയാൻ മാറ്റി വെച്ചൊരു കേസാണ് കേട്ടോ. JSON ഫയൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു കീ കാണാം. അതിന്റെ അകത്ത് അതൊരു ഒബ്ജക്റ്റ് ആണ്. അതിന്റെ അകത്ത് ഒരു ടെസ്റ്റ് കീയും അതിന്റെ വാല്യൂ ഒരു കമാൻഡും കാണാം അല്ലെ. അപ്പൊ ബേസിക്കലി Node.jsൽ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കമാൻഡ്സിനെല്ലാം നമ്മൾ ഇതുപോലെ കമ്പൈൻ ചെയ്തിട്ട് കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമുക്കിത് കമാൻഡ് ലൈൻ ത്രൂ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗിന്റെ അണ്ടറിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും കമാൻഡ്സുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇതിന്റെ ബേസിക് യൂസ് കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊജക്ടിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ JS ഫയലൊക്കെ മിനിഫൈങ് ചെയ്യാറില്ലേ, അതിന് വേണ്ടിയിട്ട്, അതുപോലെ CSS ഫയൽസിനെ കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ എന്ത് ആവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ടിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കമാൻഡ്സും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ package.json ഫയൽ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഡീഫാൾട്ട് ആയിട്ടൊരു സ്ക്രിപ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റിന്റെ നെയിം ടെസ്റ്റ് എന്നാണ്. അതിൽ കമാൻഡ് കൊടുത്തിരിക്കുന്നത് ഒരു എക്കോ സ്റ്റേറ്റ്മെന്റ് ആണ്, അതായത് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എറർ നോട്ട് ടെസ്റ്റ് സ്പെസിഫൈഡ് എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്കൊരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിന്റെ സ്ക്രിപ്റ്റിന്റെ നെയിം ആയിട്ട് ഞാൻ സ്റ്റാർട്ട് എന്നാണ് കൊടുക്കുന്നത്. എന്നിട്ട് അതിന്റെ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് കമാൻഡ് ആണ്. അപ്പൊ ഞാൻ നമ്മുടെ ആപ്ലിക്കേഷനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് ആണ് കൊടുക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്ന കമാൻഡ് ഏതാ, നോട്ട് സ്പേസ് ഫയൽ നെയിം കൊടുക്കുക അല്ലെ, index.js കൊടുക്കുന്നു. ഇനി ഇതെങ്ങനെയാ റൺ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ npm സ്പേസ് റൺ സ്പേസ് സ്ക്രിപ്റ്റിന്റെ നെയിം കൊടുക്കുക. ഇപ്പൊ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രിപ്റ്റ് അല്ലേ ഇവിടെ ഓൾറെഡി ഉള്ളത്, അതിനെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അതിനെ റൺ ചെയ്യുന്ന സമയത്ത് ആ എക്കോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ക്രിപ്റ്റിലെ അതിനെ ഒന്ന് റൺ ചെയ്യാം. npm സ്പേസ് റൺ സ്പേസ് നമ്മുടെ സ്ക്രിപ്റ്റ് നെയിം എന്താ, സ്റ്റാർട്ട് എന്നല്ലേ. അത് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ index.js ഫയൽ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അതായത് അവിടെ കൊടുത്തിരിക്കുന്ന കൺസോൾ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, ഹലോ വേൾഡ് അനു എന്ന് പറഞ്ഞിട്ട്, അത് വന്നിട്ടുണ്ട്. കമാൻഡ്സ് വേണമെങ്കിലും സ്ക്രിപ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ടെസ്റ്റേഴ്സിനൊക്കെ ആയിരിക്കും കേട്ടോ. കാരണം അവർക്ക് ഇന്റേണൽ ആക്ടിവിറ്റീസ് ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ജസ്റ്റ് കമാൻഡ്സ് മാത്രം അവർക്ക് കൊടുത്താൽ മതി. അത് വെച്ചിട്ട് അവർക്ക് ടെസ്റ്റിംഗ് ചെയ്യാലോ. ഇതൊരു ബിഗിനർ ട്യൂട്ടോറിയൽസ് ആയതുകൊണ്ട് സ്ക്രിപ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഇത്രയും അറിഞ്ഞാൽ മതി. ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാക്കേജ് എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഇവിടെ വന്നിട്ട് സൈൻ അപ്പ് ചെയ്യണം. നിങ്ങളുടെ യൂസർ നെയിമും ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുത്തിട്ട് സൈൻ അപ്പ് ചെയ്യുക. ഒരു വൺ ടൈം പാസ്വേഡ് നിങ്ങളുടെ മെയിലിലേക്ക് വരും, അത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. വൺസ് നിങ്ങൾ സൈൻ അപ്പ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസറിനെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്ന കമാൻഡ് നോട്ട് സ്പേസ് ആഡ് യൂസർ സ്പേസ് യൂസർ നെയിം കൊടുക്കുക. നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ യൂസർ നെയിം കൊടുക്കുക. യൂസർ നെയിം കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും എഗെയിൻ ചോദിക്കും. എഗെയിൻ ഒരു വൺ ടൈം പാസ്വേഡ് ചോദിക്കും. നമ്മുടെ മെയിലിലേക്ക് വന്നിട്ടുണ്ടാവും. അതുകൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് ഒതന്റിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പാക്കേജ് പബ്ലിഷ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ പ്രോസസ്സ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് യൂസറിനെ ആഡ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കൊരു പാക്കേജ് എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നത് നോക്കാം. package.json ഫയലിൽ നമ്മൾ ഓൾറെഡി പാക്കേജ് നെയിം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എഡിറ്റ് ചെയ്തിട്ട് എന്റെ പാക്കേജ് നെയിം ഗ്രീറ്റ് സ്പേസ് കോഡീസ് വിത്ത് അനു എന്ന് കൊടുക്കുന്നു. ഈ പാക്കേജ് ആണ് ഞാൻ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ഇനി index.js ഫയലിൽ വന്നിട്ട് ഒരു ഗ്രീറ്റ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്.
ഈ ഗ്രീറ്റ് ഫംഗ്ഷന്റെ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട് അതിന്റെ പാരാമീറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ ഈ കൺസോൾ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ചേഞ്ച് ചെയ്യുവാണ്. ഹലോ സ്പേസ് യൂസർ നെയിം കൊടുക്കുന്നു. നമ്മൾ നേരത്തെ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, അപ്പർ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പാക്കേജ് ഒരു അപ്പർ കേസ് ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൽ നിന്നിട്ട് ഈ ഫംഗ്ഷനെ കോൾ ചെയ്ത് ആ ഫംഗ്ഷനാലിറ്റി ആക്സസ് ചെയ്യാം. അതുപോലെ നമ്മൾ ഈ പാക്കേജ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഒരു എക്സ്റ്റേണൽ ഡെവലപ്പറിന് നമ്മുടെ ഈ പാക്കേജ് ആക്സസ് ചെയ്ത് ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ യൂസർ നെയിം കൊടുത്ത് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഫംഗ്ഷനാലിറ്റി അവർക്ക് ആക്സസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ഗ്രീറ്റ് ഫംഗ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ പാക്കേജ് എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ പറഞ്ഞ പോലെ തന്നെ യൂസറിനെ ആഡ് ചെയ്യണം കേട്ടോ. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഈ പാക്കേജ് പബ്ലിഷ് ചെയ്യാം. പബ്ലിഷ് ചെയ്യുന്ന കമാൻഡ് npm സ്പേസ് പബ്ലിഷ് എന്ന് കൊടുക്കുക. എന്റർ അടിക്കുക. സോ പബ്ലിഷിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ വന്നിട്ട് നമ്മുടെ പാക്കേജ് നെയിം വെച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. നമ്മൾ പാക്കേജ് നെയിം കൊടുത്തിരിക്കുന്നത് ഗ്രീറ്റ് കോഡീസ് വിത്ത് അനു എന്നല്ലേ. ഇതാ നമ്മുടെ പാക്കേജ് വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പബ്ലിഷിംഗ് ടൈം, അതിന്റെ വേർഷൻ, അതേപോലെ അതിന്റെ സൈസ് ഡീറ്റെയിൽസ് ഒക്കെ കാണാം കേട്ടോ. കോഡിൽ പോയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ പ്രൊജക്ടിന്റെ സ്ട്രക്ചർ കാണാം. നമ്മുടെ ഫോൾഡേഴ്സും ഫയൽസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമ്മുടെ പ്രൊജക്ടിന്റെ അല്ല ബാക്കിയുള്ളവരുടെ പ്രൊജക്ട് നമുക്ക് ഇങ്ങനെ ആക്സസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഡിപ്പെൻഡൻസി, നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രൊജക്ടിൽ അപ്പർ കേസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ, അപ്പൊ ഡിപ്പെൻഡൻസി മോഡ്യൂൾസിനെ കാണാം. ഇത്രയേ ഉള്ളൂ. ഇനി ഞാനൊരു പാരലൽ ആയിട്ട് ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഈ പബ്ലിഷ് ചെയ്തിരിക്കുന്ന പാക്കേജിനെ ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. ന്യൂ പാക്കേജ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. ടെർമിനൽ ത്രൂ ഈ നോട്ട് പാക്കേജിൽ എൻ്റർ ചെയ്യുന്നു. ഇതിന്റെ അകത്ത് ഞാനൊരു index.js ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡിപെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം package.json ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ്. അതിന്റെ കമാൻഡ് എന്തായിരുന്നു? npm സ്പേസ് init സ്പേസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ -s കൊടുക്കുവാണെങ്കിൽ ഡീഫാൾട്ട് വെച്ചിട്ട് ക്രിയേറ്റ് ആയിക്കോളും. ഇവിടെ പാക്കേജ് ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്നത്, ഞാൻ നേരത്തെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന പാക്കേജിലെ അതിന് ഈ പുതിയ പ്രൊജക്റ്റിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുവാണ്. അതിന്റെ കമാൻഡ് npm സ്പേസ് i എന്ന് പറയുന്നത് ഇൻസ്റ്റാളിന്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെയും കൊടുക്കാം. അത് കഴിഞ്ഞ് പാക്കേജ് നെയിം കൊടുക്കുന്നു. പാക്കേജ് നെയിം ഗ്രീറ്റ് കോഡീസ് വിത്ത് അനു എന്നല്ലേ. സോ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. package.json ഫയലിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കോഡീസ് വിത്ത് അനു എന്നുള്ള പാക്കേജും അതിന്റെ കറസ്പോണ്ടിങ് വേർഷനും ഇവിടെ കാണും. നമ്മുടെ പാക്കേജ് നമ്മൾ വേറൊരു പ്രൊജക്റ്റിൽ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമുക്കിത് എങ്ങനെയാ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ആ പാക്കേജ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുവാണ്. ഗ്രീറ്റ് സ്പേസ് ഫ്രം ഗ്രീറ്റ് കോഡീസ് വിത്ത് അനു. എന്നിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന ഗ്രീറ്റ് ഫംഗ്ഷനെ നമ്മളൊരു യൂസർ നെയിം വെച്ചിട്ട് കോൾ ചെയ്യുവാണ് അല്ലെ. ഞാനിവിടെ അന്ന എന്ന് പറഞ്ഞിട്ടാണ് യൂസർ നെയിം കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഗ്രീറ്റ് ഫംഗ്ഷനെ സക്സസ്ഫുൾ ആയിട്ട് കോൾ ചെയ്തിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന കൺസോൾ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അത് വന്നിട്ടുണ്ട്. നമ്മൾ പബ്ലിഷ് ചെയ്ത പാക്കേജിൽ ഒരു ഗ്രീറ്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നില്ലേ, അതിൽ ഹലോ യൂസർ നെയിം കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കേസ് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എക്സ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ, എന്നാലേ നമുക്ക് അതർ പാക്കേജിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റൂ. നമ്മൾ Node.jsന്റെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ നമുക്ക് അതർ പാക്കേജസിലൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള ഫംഗ്ഷൻസിനെ ആണെങ്കിലും പ്രോപ്പർട്ടീസിനെ ആണെങ്കിലും എക്സ്പോർട്ട് ചെയ്യണം എന്ന്. അപ്പൊ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഒരു പാക്കേജ് പബ്ലിഷ് ചെയ്തു. നമ്മൾ വേറൊരു പ്രൊജക്റ്റിൽ അതിനെ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്തു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സും സജഷൻസും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക. താങ്ക്